In this video, I will explain about Anglo-Mysore Wars. 1761 മുതൽ 1782 വരെ ഭരിച്ച ഹൈദർ അലിയുടെയും 1782 മുതൽ 1799 വരെ ഭരിച്ച ഹൈദർ അലിയുടെ പുത്രൻ ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ മൈസൂർ ശക്തിയാർജിച്ചു. കമ്പനി കുരുമുളകും ഏലവും വാങ്ങിയിരുന്ന മലബാർ തീരം മൈസൂരിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഹൈദർ അലിയുടെ ഭരണപരമായ കഴിവിലൂടെയും സൈനിക മികവിലൂടെയും അദ്ദേഹം മൈസൂരിലെ യഥാർത്ഥ ഭരണാധികാരിയായി. അദ്ദേഹം ഒരു ആധുനിക സൈന്യം സ്ഥാപിക്കുകയും യൂറോപ്യൻ രീതിയിൽ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തു. തന്റെ സൈന്യത്തെ നവീകരിക്കാൻ ഫ്രഞ്ച് പിന്തുണയും അദ്ദേഹം സ്വീകരിച്ചു. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ 1767 മുതൽ 69 വരെ ആയിരുന്നു. 1767 ബ്രിട്ടീഷുകാരും മറാത്തകളും ഹൈദരാബാദിലെ നിസാമും മൈസൂരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്നാൽ നൈപുണ്യമുള്ള നയതന്ത്രത്തിലൂടെ മറാത്തകളെയും നിസാമിനെയും തന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ഹൈദർ അലിക്ക് കഴിഞ്ഞു. അവരെ നിഷ്പക്ഷരാക്കാൻ അദ്ദേഹം മറാത്തക്കാർക്ക് പണം നൽകി. 1.5 വർഷത്തോളം യുദ്ധം തുടർന്നു. ഹൈദർ തന്റെ തന്ത്രം മാറ്റി പെട്ടെന്ന് മദ്രാസിലെ ബ്രിട്ടീഷ് കവാടങ്ങൾക്ക് മുന്നിൽ യുദ്ധം ആരംഭിച്ചു. ഇതോടെ 1769 ഏപ്രിൽ 4 ഹൈദറുമായി വളരെ അപമാനകരമായ ഉടമ്പടിയിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ 1782 മുതൽ 84 വരെയായിരുന്നു. 1771 മറാത്തക്കാർ മൈസൂരിനെ ആക്രമിച്ചു. പക്ഷേ മദ്രാസ് ഉടമ്പടി അംഗീകരിക്കാൻ ബ്രിട്ടീഷുകാർ വിസമ്മതിക്കുകയും ഹൈദർ അലിയെ പിന്തുണയ്ക്കുകയും ചെയ്തില്ല. തൽഫലമായി ഹൈദർ അലിയുടെ പ്രദേശങ്ങൾ മറാത്തക്കാർ ഏറ്റെടുത്തു. മറാത്തക്കാരുമായി ഉടമ്പടി ഒപ്പുവെക്കേണ്ടി വന്നു. ഇത് ഹൈദർ അലിയെ പ്രകോപിപ്പിച്ചു. ഹൈദർ അലിയുടെ ആധിപത്യത്തിലുള്ള ഫ്രഞ്ച് പൊസിഷനായ മാഹിയെ ഇംഗ്ലീഷുകാർ ആക്രമിച്ചപ്പോൾ 1780 അദ്ദേഹം ഇംഗ്ലീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഹൈദർ അലി നിസാമുമായും മറാത്തക്കാരുമായും സഖ്യമുണ്ടാക്കി ബ്രിട്ടീഷ് സൈന്യത്തെ ആർക്കോട്ടിൽ പരാജയപ്പെടുത്തി. ഇതിനിടയിൽ 1782 ഹൈദർ അലി അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താൻ യുദ്ധം തുടർന്നു. പിന്നീട് 1784 മംഗലാപുരം ഉടമ്പടിയോടെ യുദ്ധം അവസാനിപ്പിച്ചു. മംഗലാപുരം ഉടമ്പടി പ്രകാരം പിടിച്ചെടുത്ത പ്രദേശങ്ങളെയും തടവുകാരെയും പരസ്പരം തിരികെ നൽകാൻ ഇരുവരും സമ്മതിച്ചു. തേർഡ് ആംഗ്ലോ മൈസൂർ വാർ 1790 മുതൽ 1792 വരെയായിരുന്നു. മാംഗ്ലൂർ ഉടമ്പടി പ്രകാരം രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രിസണേഴ്സിനെ മോചിപ്പിക്കാൻ ടിപ്പു സുൽത്താൻ വിസമ്മതിച്ചു. 1785 തന്റെ അതിർത്തിയിലുള്ള തുറമുഖങ്ങളിലൂടെയുള്ള ചന്ദനം, കുരുമുളക്, ഏലം എന്നിവയുടെ കയറ്റുമതി ടിപ്പു സുൽത്താൻ നിരോധിക്കുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള എല്ലാ വ്യാപാരങ്ങളിൽ നിന്നും തദ്ദേശ വ്യാപാരികളെ വിലക്കുകയും ചെയ്തു. മറുവശത്ത് ഫ്രഞ്ചുകാരുമായി ശക്തമായ ബന്ധം ടിപ്പു സുൽത്താൻ സ്ഥാപിക്കുകയും ഫ്രഞ്ച് ചക്രവർത്തിയായ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ സഹായത്തോടെ തന്റെ സൈന്യത്തെ ടിപ്പു നവീകരിക്കുകയും ചെയ്തു. മൈസൂരിന്റെ ശക്തി ഭീഷണിയാകുമെന്ന് കരുതിയ കമ്പനി മൈസൂരിനെ ആക്രമിക്കാൻ ആരംഭിച്ചു. 1790 ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് കൈയടക്കിയ ട്രാവൻകൂർ പിടിച്ചെടുത്തു. അതേസമയം ബ്രിട്ടീഷുകാർ 1790 1791 ടിപ്പുവിന് മുന്നിൽ പരാജയപ്പെട്ടു. അതോടെ മറാഠകളുടെയും ഹൈദരാബാദ് നിസാമിന്റെയും സഹായത്തോടെ സംയുക്ത സൈന്യം രൂപവൽക്കരിച്ച് ബ്രിട്ടീഷുകാർ 1792 മൈസൂരിനെ ആക്രമിക്കുകയും ടിപ്പുവിന്റെ 2 മക്കളെ ബന്ദികളായി പിടിക്കുകയും ഒരു സന്ധി ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ നിർബന്ധിതനാക്കുകയും ചെയ്തു. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ 1799 ആയിരുന്നു. ലോർഡ് വെല്ലസ്ലിയുടെ സബ്സിഡറി അലയൻസിന് ടിപ്പു സുൽത്താൻ വിസമ്മതിച്ചു. അതോടെ 4 വശത്തു നിന്നും മൈസൂർ ആക്രമിക്കപ്പെട്ടു. മറാത്തകളും നിസാമും വടക്ക് നിന്ന് ആക്രമിച്ചു. ടിപ്പുവിന്റെ സൈനികരുടെ എണ്ണം 4:1 ആയിരുന്നു. അങ്ങനെ 1799 അവസാനത്തെ യുദ്ധമായ ശ്രീരംഗപട്ടണം യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ നിർണായക വിജയം നേടി മൈസൂർ പിടിച്ചെടുത്തു. ടിപ്പു സുൽത്താൻ ഈ യുദ്ധത്തിൽ മരിക്കുകയും ചെയ്തു. ഇതോടെ കമ്പനിക്കെതിരെ നിന്നിരുന്ന മൈസൂരും കമ്പനിയുടെ അധീനതയിലായി.